ഹൈ മക്കൾസ്, ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ എവല്യൂഷൻ ട്രീ, മനുഷ്യ പരിണാമ വൃക്ഷം. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഇത് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക് അല്ലേ, അപ്പോൾ ഇത് ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. ക്രിസ്മസ് എക്സാമിന് ഫസ്റ്റ് ടേമിനുള്ള 25% ക്വസ്റ്റ്യൻസ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. ഫസ്റ്റ് ടേമിന് 25%. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ജസ്റ്റ് പഠിച്ചു വെക്കാം. പിന്നെ അൾട്ടിമേറ്റ് എന്താണ്, SSLC ആണ്, പബ്ലിക് എക്സാം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഇതൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് ടോപ്പായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ പരിണാമ വൃക്ഷത്തിൽ ഏകദേശം 6 കണ്ണികളുണ്ട്. എത്ര കണ്ണികൾ? 6 കണ്ണികൾ. ആറ് ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. അവരുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒന്നും കൂടെ വായിച്ചു വെക്കുക. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്, ഒന്നാമത്തെ ആളാരാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. രണ്ടാമത്തേത് ആസ്ട്രലോപിത്തക്കസ്, 3 ഹോമോ ഹബിലിസ്, 4 ഹോമോ ഇറക്ടസ്, 5 ഹോമോ നിയാണ്ടർതാലൻസിസ്, 6 ഹോമോ സാപ്പിയൻസ്. ഈ പേര് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇതൊരു ദുരന്തം പേരാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നില്ല. പക്ഷെ അതിലൊന്നും ചെയ്യാല്ല, നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, വായിച്ച് അങ്ങനെ തന്നെ പഠിക്കുക. അപ്പൊ പഠിയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആരാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്, 2 ആസ്ട്രലോപിത്തക്കസ്, 3 ഹബിലിസ്, 4 ഇറക്ടസ്, 5 നിയാണ്ടർതാലൻസിസ്, 6 സാപ്പിയൻസ്. അത് ഓർത്ത് വെക്കാൻ നിങ്ങൾ ഹെൻസ് ആലോചിച്ചാൽ മതി. കോഴികൾ, ഹെൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്, 2 ആസ്ട്രലോപിത്തക്കസ്. അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. 3 ഹോമോ ഹബിലിസ്, 4 ഹോമോ ഇറക്ടസ്, 5 ഹോമോ നിയാണ്ടർതാലൻസിസ്, 6 ഹോമോ സാപ്പിയൻസ്, HENS. ഓക്കെ, ആ ഒരു ഓർഡറിൽ കീപ്പ് ചെയ്യാം. ഇനി ഓരോന്നിന്റെ പ്രത്യേകതകൾ പഠിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മസ്തിഷ്കത്തിന്റെ വലിപ്പം, ക്രേനിയൽ കപ്പാസിറ്റി, അത് ഓരോ ഓർഡർ കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്, കൂടി പോവാണ് ചെയ്യുക. അതാ 350, 450, 600, 900 അങ്ങനെ കൂടി പോവാണ് ചെയ്യുക. പക്ഷെ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുന്നവരോ, ജസ്റ്റ് ഒന്ന് കുറയുന്നുണ്ട്. നോക്കൂ, 350, 450, 600, 900, 1450, പിന്നെ ഒരു 100 കുറയാണ് ചെയ്യുന്നത്, 1350. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൈൻഡിൽ ഉണ്ടായാൽ മതി. അവസാനം വരെ കൂടി പോകുന്നു, പിന്നെ കുറയുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. അവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ആദ്യത്തെ ആളാരാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവന്റെ പ്രത്യേകത എന്തായിരിക്കും? ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ആദ്യത്തെ കണ്ണി, ആദ്യത്തെ ലിങ്ക്, മനുഷ്യ പരിണാമ ശ്രേണിയിലെ ആദ്യ കണ്ണി. അതന്നെയാണ് അതിന്റെ പ്രത്യേകത. സിമ്പിൾ ആണ്. അതായത് അവനാണ് ആദ്യത്തെ ആൾ. അപ്പോ മനുഷ്യ പരിണാമ ശ്രേണിയിലെ ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ആദ്യത്തെ പേഴ്സൺ, ആദ്യത്തെ ലിങ്ക് ആരാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. എന്താണോ അവന്റെ പ്രത്യേകത, അതിന്റെ പ്രത്യേകത. ഓക്കെ, സിമ്പിൾ ആണ്. പിന്നെ അതിന്റെ ഫോസിൽ എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ, ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ചാഡൻസിസ് എന്ന് പേര് വന്നത്. ചാഡൻസിസ്. അപ്പൊ ആഫ്രിക്കയിലെ ചാഡ്. സിമ്പിൾ ആണ്, വലിയ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യത്തെ ആളാണ് ആര്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. അപ്പോ മനുഷ്യ പരിണാമ ശ്രേണിയിലെ ആദ്യ കണ്ണി. സിമ്പിൾ പോയിന്റ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ആളാണ് ആര്? ഹോമോ സാപ്പിയൻസ്. അപ്പൊ അവന്റെ പ്രത്യേകത എന്തായിരിക്കും? ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ മോഡേൺ മാൻ. ഒരു പ്രത്യേകത അതായിരിക്കും. ബാക്കിയുള്ള നമുക്ക് പറയാം. ഇനി രണ്ടാമത് ആസ്ട്രലോപിത്തക്കസിന്റെ പ്രത്യേകത അതെന്താണ്? ഇരുകാലിൽ നടത്തം സ്ഥിരീകരിച്ചു. ഇരുകാലിൽ നടത്തം, ബൈപെഡലിസം. അതുവരെ ഇങ്ങനെയാണ്, 4 കാലുമേ നടന്നിരുന്നത്. പിന്നെ ബൈപെഡലിസം, 2 കാലായി. ഓക്കെ, അപ്പൊ ബൈപെഡലിസം അതാണ് ആസ്ട്രലോപിത്തക്കസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രത്യേകത. അതിന്റെ ഫോസിലും എവിടുന്നാണ് കണ്ടെത്തിയത്? ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പൊ ഒന്നാമത്തതിന്റെ ഫോസിലും ആഫ്രിക്ക, രണ്ടാമത്തതിന്റെ ഫോസിലും ആഫ്രിക്ക. ഇനി മൂന്നാമത്തേത് ഹോമോ ഹബിലിസ്. ഹബിലിസ് എന്ന് കേൾക്കുമ്പോൾ ഇബിലീസ് ആലോചിക്കുക. ഇബിലീസ് നല്ലവനാണോ ദുഷ്ടനാണോ? ദുഷ്ടൻ. ഓക്കെ, അപ്പൊ അവൻ എന്തുണ്ടാക്കും? മെയ്ഡ് ടൂൾസ് വിത്ത് സ്റ്റോൺസ് യൂസിങ് ഹാൻഡ്സ്. ഓക്കെ, മെയ്ഡ് ടൂൾസ് ഉണ്ടാക്കും, ആയുധങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ അവൻ ദുഷ്ടനാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവൻ എന്ത് ചെയ്തു? ജീവികൾ, പാവപ്പെട്ട ജീവികളെ വേട്ടയാടിയിരുന്നു. അതെ, വേട്ടയാടൽ. ബിഗൻ ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഹണ്ടിങ് ഒറ്റയ്ക്ക് മോൺസ്റ്റർ ആയിക്കൊണ്ട് ഞാൻ ഭയങ്കര മെയിൻ ആണ് പറഞ്ഞാണ്ട് പോവോ? ഇല്ല, അവർ കൂട്ടമായിട്ടേ പോവുള്ളൂ. കാരണം പുലികളും കടുവകളൊക്കെ തിരിച്ചറ്റാക്ക് ചെയ്ത് എന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? കൂട്ടമായിട്ടാണ് ജീവിച്ചിരുന്നത്. കൂട്ടമായുള്ള ജീവിതം, ലിവ്ഡ് ഇൻ സ്മാൾ ഗ്രൂപ്പ്സ്. അങ്ങനെ എന്ത് ചെയ്യുക? ഒരു നേക്കിൽ കണക്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഈ ഹബിലിസ് എന്ന് പറയുമ്പോൾ ഇബിലീസിനെ ആലോചിക്കുക. ഇബിലീസ് ദുഷ്ടനാണ്, അപ്പൊ ടൂൾസ് ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് കിട്ടി. പിന്നെ അവൻ എന്താണ്? അവന് ഹണ്ടിങ്, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കിട്ടി. വേട്ടയാടാൻ പോകുമ്പോൾ ഒറ്റക്ക് പോകില്ലല്ലോ, കൂട്ടമായിട്ടാണ് പോകുക. അപ്പൊ ലിവ്ഡ് ഇൻ സ്മാൾ ഗ്രൂപ്പ്സ്, കൂട്ടമായി ജീവിച്ചിരുന്നു. അങ്ങനെ ഓരോ പോയിന്റ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അവരുടെ ഫോസിലും എവിടുന്നാണ് കണ്ടെത്തിയത്? ആഫ്രിക്കയിൽ നിന്ന് തന്നെ കണ്ടെത്തിയത്. ആഫ്രിക്കയിൽ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയത്. പിന്നെ അവർക്ക് ലാർജ് സ്കള്ളാണ്, അഥവാ വലിയ തലയോടാണ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു തലയോട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഹോമോ ഹബിലിസിന്റെ പ്രത്യേകത. ക്രേനിയൽ കപ്പാസിറ്റി 600 ആണ്. മറ്റവന്റെ ആസ്ട്രലോപിത്തക്കസിന്റെ
ഓസ്ട്രോലോപിത്തക്കസിന്റെ ക്രേനിയൽ കപ്പാസിറ്റി 450 ആണ്. സഹലാന്ത്രോപ്പസിന്റെ 350 ആണ്, ഏറ്റവും ചെറുത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ടീമിന്റെയും ഫോസിൽ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ആഫ്രിക്കയിൽ നിന്ന്. അപ്പൊ അതിൽ എന്ത് ചെയ്ത് ഡൗട്ട് ഉണ്ടാവരുത്, ഫസ്റ്റത്തെ 3 എന്താണ്? ആഫ്രിക്കയിൽ നിന്നാണ്. ഇനി 4-മത്തത് ഹോമോ ഇറക്ടസ്. ഇറക്ടസിന്റെ ക്രേനിയൽ കപ്പാസിറ്റി 900 ആണ്, പിന്നെയും കൂടി 600 ഉള്ളത് എത്രയായി? 900 ആയി. അപ്പൊ ഇനി ഇതിന്റെ പ്രത്യേകതകൾ എങ്ങനെയെന്ന് വെച്ചാൽ ഹോമോ ഇറക്ടസ് പേരിൽ തന്നെ ഉണ്ട് ഇറക്റ്റ് കറക്റ്റ് അങ്ങനെ ഒരു ടേം ഉണ്ടല്ലോ. അപ്പൊ ഏബിൾ ടു വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs. ആദ്യമായിട്ട് 2 കാലുമ കറക്റ്റ് ഇതാ ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പഠിച്ചത്, നിവർന്നു നിൽക്കാൻ പഠിച്ചത് ആരാണ്? ഹോമോ ഇറക്ടസ് ആണ്. ഇവര് ബൈപ്പഡലിസം സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ അവരിങ്ങനെ വളഞ്ഞിട്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഇറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ പഠിച്ചത് ആരാണ്? ഹോമോ ഇറക്ടസ്. അതുകൊണ്ടാണ് അവന്റെ പേരിന് ഹോമോ ഇറക്റ്റ് കറക്റ്റ് അപ്രൈറ്റ് അങ്ങനെ ഒരു പേര് വന്നത്. ഓക്കെ, ഇറക്റ്റ് കറക്റ്റ് അപ്രൈറ്റ്, ഇറക്റ്റ് കറക്റ്റ് അപ്രൈറ്റ് ഇതാ ഇരുകാലിൽ നിവർന്ന് നടത്താൻ തുടങ്ങിയത് ആരാണ്? ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ് ആണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ ഹണ്ടിങ് വേട്ടയാടൽ ആരംഭിച്ചത് ആരാണ്? ഹബിലിസ് ആണ്. പക്ഷെ ആ വേട്ടയാടലിൽ ഒന്നും കൂടി സ്ട്രോങ് ആയത്, ഒന്നും കൂടി അടിപൊളിയായത് ആരുടെ കാലഘട്ടത്തിലാണ്? ഇറക്ടസിന്റെ കാലഘട്ടത്തിലാണ്. കാരണം വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് മികവ് കൂടിയ കല്ലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. യൂസ്ഡ് എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ് ഫോർ ഹണ്ടിങ്. അവർ ഒന്നും കൂടി ടോപ്പ് ആയിട്ടുള്ള രീതിയിലാണ് ഹണ്ടിങ് ചെയ്തിരുന്നത്. നല്ല എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ജീവികളെ കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് സസ്യബുക്കളും മാംസബുക്കളും എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ ഇതാ ഒംനിവോറസ് ആണ്. അവരെന്തായിരുന്നു? ഒംനിവോറസ് ആയിരുന്നു, മിശ്രബുക്കുകളായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. കാരണം അവരുടെ അടുത്ത് എന്തുണ്ട്? നല്ല എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ് ഉണ്ട്. അപ്പൊ അവർക്ക് സസ്യങ്ങളും കഴിക്കാൻ പറ്റി, മാംസങ്ങളും എല്ലാം ടോപ്പ്, ഒരു ഉഷാറാണ്. ഓക്കെ, അപ്പൊ അവരെന്താണ്? ഒംനിവോറസ് ആണ്, അഥവാ മിശ്രബുക്കുകളാണ്. പിന്നെ അവർക്ക് എന്തുണ്ട്? വിശാലമായ നെറ്റിത്തടമുണ്ട്. ഇതാ ലാർജ് ഫോർഹെഡ്. ഇപ്പൊ ഇന്ത്യ പോലെ ഇതാ വിശാലമായ നെറ്റിത്തടമുണ്ട്. ഒരു പരസ്യമൊക്കെ വെക്കാം. അങ്ങനെയൊക്കെ വലിയൊരു നെറ്റിത്തടം ആർക്കുണ്ട്? ഇറക്ടസിനുണ്ട്. കാരണം അവർ കറക്റ്റ് ആൾക്കാരാണ്. ഞാനൊക്കെ കറക്റ്റ് പേഴ്സണാ, എന്ത് ചെയ്യാൻ? ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ്? ഇറക്റ്റ് കറക്റ്റ് അപ്രൈറ്റ്, അതായത് അപ്രൈറ്റ് ആയിട്ട് നിവർന്നു നിൽക്കാൻ പഠിച്ചു. പിന്നെ മറ്റവര് ഹണ്ടിങ് തുടങ്ങി, പക്ഷെ ഇവരെന്ത് ചെയ്തു? ഹണ്ടിങ് ഒന്നും കൂടി സൂപ്പറാക്കി. യൂസ്ഡ് എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ്, മികവ് കൂടിയ കല്ലായുധങ്ങൾ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ഒംനിവോറസ് ആയി, മിശ്രബുക്കുകളായി. പിന്നെ അവർക്ക് ലാർജ് ഫോർഹെഡ് ഉണ്ട്. പിന്നെ അവരുടെ ഫോസിൽസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ഏഷ്യയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, യൂറോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവർ അപ്രൈറ്റ് ആണ്, കറക്റ്റ് ആണ്, ഇറക്റ്റ് ആണ്, ടോപ്പാണ്. അപ്പൊ അവരെല്ലായിടത്തും ഉണ്ടായിരുന്നു. അല്ലാതെ മറ്റവരെ പോലെ ആഫ്രിക്കയിൽ മാത്രം ഒതുങ്ങിപ്പോവരല്ല. കാരണം ഇവർ ഗുഡാണ്, കറക്റ്റ് പേഴ്സൺസാ. അപ്പൊ ഇവരെല്ലാവരും എന്ത് ചെയ്തു? സ്വീകരിച്ചു. അങ്ങനെ ഇവരെല്ലായിടത്തും പോയി എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ ഹോമോ ഇറക്ടസ് എന്നാണ് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എല്ലായിടത്തിൽ നിന്നും അവരുടെ ഫോസിൽസ് കണ്ടെത്തിയിരുന്നു. ഇനി ഹോമോ നിയാൻഡർതാലൻസിസ്. ഇത് വളരെ സിമ്പിൾ ആണ്, ഇങ്ങനെ ഓർത്ത് വെക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ആളാണ് ഹോമോ സാപ്പിയൻസ്. അപ്പൊ അവനായിരിക്കും മോഡേൺ മാൻ. സിമ്പിൾ. അപ്പൊ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ലാസ്റ്റ് ആരാണ് ഇവിടെ? ഹോമോ നിയാൻഡർതാലൻസിസ്. എന്ന് വെച്ചാൽ ഹോമോ സാപ്പിയൻസിന്റെ തൊട്ട് മുമ്പുള്ള ആളാണ് ആര്? ഹോമോ നിയാൻഡർതാലൻസിസ്. അപ്പൊ ഹോമോ നിയാൻഡർതാലൻസിന്റെ ഒരു പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഹോമോ സാപ്പിയൻസിനോട് മോർ എന്തുണ്ടാവും? സിമിലാരിറ്റി ഉണ്ടാവും. ഹോമോ സാപ്പിയൻസിനോട് എന്തുണ്ടാവും? മോർ സിമിലാരിറ്റി ഉണ്ടാവും. കൂടുതൽ എന്തുണ്ടാവും? സാമ്യതകൾ ഉണ്ടാവും. അത് തന്നെയാണ് ഒരു പോയിന്റ്. നോക്കൂ ഇവിടെ കണ്ടംപററീസ് ഓഫ് മോഡേൺ മാൻ. മോഡേൺ മാനോട് ഭയങ്കര എന്തുണ്ട്? കണ്ടംപററി ഉണ്ട്, അല്ലെങ്കിൽ സിമിലാരിറ്റി ഉണ്ട്. ആധുനിക മനുഷ്യന്റെ സമകാലികർ ആരാണ്? ഹോമോ നിയാൻഡർതാലൻസിസ്. പിന്നെ അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി 1450 ആവുന്നുണ്ട്. ഓക്കെ, 900 നിന്ന് 1450 എത്തിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഫോസിൽ കണ്ടെത്തിയത് ജർമ്മനിയിൽ നിന്നാണ്. നിയാൻഡർതാലൻസിന്റെ ഫോസിൽ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ജർമ്മനി. ഫോസിൽസ് ഫ്രം ജർമ്മനി. ഇനി അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ബറീഡ് ഡെഡ് ബോഡീസ്. അവർ ഡെഡ് ബോഡികൾ മറവ് ചെയ്തിരുന്നു, ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടർ ഫീൽ ചെയ്തില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, വണ്ടർ ഫീൽ ചെയ്തു. അപ്പൊ നിയാൻഡർ. എന്തുകൊണ്ട് വണ്ടർ വന്നു? അതായത് ആ ജീവികളെ ആദ്യമായിട്ട് മറവ് ചെയ്യാൻ തുടങ്ങിയതാണ് ഹോമോ നിയാൻഡർതാലൻസിസ്. അതുവരെയുള്ള ടീമുകളൊക്കെ ആളുകൾ മരിച്ചുപോയി, അതങ്ങനെ ചത്ത് ചീഞ്ഞളിഞ്ഞ് അങ്ങനെ പോകും, ജീർണിച്ചു പോകും, അല്ലാതെ ആരും മറവ് ചെയ്യുന്നില്ല. പക്ഷെ ഇവരെ ആദ്യമായിട്ട് ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്നത്, ആദ്യമായിട്ട് ബറീഡ് ഡെഡ് ബോഡീസ് അത് ചെയ്ത് ആ പരിപാടി ചെയ്ത ആരാണ്? നിയാൻഡർതാലൻസിസ്. അപ്പോൾ ഒരു വണ്ടർ പേഴ്സൺ, വണ്ടർ നിയാൻഡർ. അങ്ങനെ ആലോചിക്കുക, എങ്ങനെയല്ല ആലോചിക്കുക, സാധനം കിട്ടണം. ഓക്കെ, പിന്നെ അടുത്തത് ലാസ്റ്റ് ഹോമോ സാപ്പിയൻസ്. സിമ്പിൾ ആണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, നമ്മളെ പ്രത്യേകതകൾ എഴുതിക്കുക. നമ്മൾ മോഡേൺ മാൻ ആണ്, ആധുനിക മനുഷ്യനാണ്. പിന്നെ അക്വയർഡ് ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്നോളജികൾ, സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ, കൃഷി രീതികൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആൻഡ് ബിൽഡ് സിറ്റീസ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനിമൽസിനെ, അതായത് ചെറിയ കുഞ്ഞു അനിമൽസിനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇണക്കി വളർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിൽഡ് സിറ്റീസ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നഗരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല
കൾച്ചറലി ദ മോസ്റ്റ് ഇവോൾവ്ഡ് കാറ്റഗറി. സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർന്നവരായിട്ടുണ്ട് എന്നൊക്കെയാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളെ പ്രത്യേകതകൾ സിമ്പിളായിട്ട് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യും, ഹോമോസാപ്പിയൻസിന്റെ പ്രത്യേകത വളരെ സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ ക്രേനിയൽ കപ്പാസിറ്റി അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അത് 1350 അപ്പൊ 6 ടീമാണ്: സഹലാന്ത്രോപ്പസ്, സ്റ്റാറൻസിസ്, ആസ്ട്രലോപിത്തക്കസ്, ഹബിലിസ് ഇറക്ടസ്, നിയാൻഡർതാലൻസിസ്, സാപ്പിയൻസ്. ഓക്കെ, സഹലാന്ത്രോപ്പസ് ആണ് ആദ്യത്തെ ആള്, അപ്പൊ ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ഫസ്റ്റ് കണ്ണി അയാളാണ്. സാപ്പിയൻസ് ആണ് ലാസ്റ്റ് ആള്, അപ്പൊ മോഡേൺ മാൻ അയാളാണ്. നിയാൻഡർതാലൻസിസ് സെക്കൻഡ് ലാസ്റ്റ് ആളാണ്, അപ്പൊ കണ്ടംപററി ടു മോഡേൺ മാൻ ആരായിരിക്കും, നിയാൻഡർതാലൻസിസ് ആയിരിക്കും. ഇനി നിയാൻഡർ വണ്ടർ ആണ്, കാരണം എന്താ വെച്ചാൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ബറീഡ് ഡെഡ് ബോഡീസ്, ശവശരീരങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോമോ ഇറക്ടസ് എന്താണ്, ഇറക്റ്റ്, കറക്റ്റ്, അപ്രൈറ്റ് ആയിട്ട് നിവർന്ന് നിൽക്കാൻ പഠിച്ചത് അവരാണ്. പിന്നെ ഹബിലിസ് ഇബിലീസ് ആണ്, അപ്പൊ ടൂൾസ് ഉണ്ടാക്കി, വേട്ടയാടാൻ തുടങ്ങി, കൂട്ടമായി ജീവിച്ചു. പിന്നെ ആസ്ട്രോലോപിത്തക്കസിന് ഒറ്റ പരിപാടിയുള്ളൂ, എന്താണ്, ഇരുകാലിൽ നടത്തം അഥവാ ബൈപെഡലിസം സ്ഥിരീകരിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.